ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം സോമവാര വ്രതത്തെക്കുറിച്ചാണ്. പാർവതി ദേവി പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ അനുഷ്ഠിച്ച വ്രതമാണ് സോമവാര വ്രതം എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടില് സ്ത്രീകള് ഇഷ്ടപുരുഷനെ ഭർത്താവായി ലഭിക്കാനും അങ്ങനെ ലഭിക്കുന്ന ഭർത്താവിന് ആരോഗ്യവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാവാനും അത് മാത്രമല്ല കുടുംബത്തിന്റെ മൊത്തം ഐശ്വര്യത്തിന് വേണ്ടി തിങ്കളാഴ്ചകളിൽ അനുഷ്ഠിക്കുന്ന വ്രതത്തിനെയാണ് സോമവാര വ്രതം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ദേവി അനുഷ്ഠിച്ച ഈ വ്രതമാണ് സോമവാരം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഈ സോമവാര വ്രതം അനുഷ്ഠിക്കുന്നവരെ ശിവനെയും പാർവതിയുമാണ് ആരാധിക്കേണ്ടത്. സോമവാരം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്നവരെ തിങ്കളാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് പറ്റുമെങ്കിൽ വെള്ള വസ്ത്രമൊക്കെ ഉടുത്ത് ഭസ്മവും രുദ്രാക്ഷമൊക്കെ ധരിച്ച് ശിവക്ഷേത്രത്തില് ദർശനം നടത്തണം. എന്നിട്ട് നമശിവായ മന്ത്രം ജപിച്ച് പ്രദക്ഷിണം ചെയ്യണമെന്നാണ് പറയുന്നത്. പകൽ മുഴുവൻ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കണം. എന്നിട്ട് വൈകിട്ട് പരമശിവനെ ഭജിക്കണം. ഈ ഉപവാസ സമയത്തും പരമശിവനെ ഭജിച്ചുകൊണ്ടിരിക്കണം, ഓം നമശിവായ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതാണ് പറയുന്നത്. സന്ധ്യയ്ക്ക് വീണ്ടും നമ്മൾ ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ശിവനും പാർവതിയും ഉള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും ചെല്ലാം. കാരണം പാർവതിക്കും കൂടി ഇതിൽ പങ്കുണ്ടല്ലോ. അവിടെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതിനുശേഷം ഉത്തമനായ ഒരു ബ്രാഹ്മണന് ദക്ഷിണ കൊടുത്ത് ഈ തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ വ്രതം അവസാനിപ്പിച്ചാല് സ്ത്രീകൾക്ക് ഇഷ്ടപുരുഷനെ ഭർത്താവായി ലഭിക്കുന്നു മാത്രമല്ല, ഇപ്പൊ നിലവിലുള്ള ഭർത്താവ് ആയുരാരോഗ്യത്തോടെ ജീവിക്കാനും ദീർഘസുമംഗലിയായിട്ട് കഴിയുവാനുമുള്ള ഭാഗ്യം വന്നു ചേരും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.